ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ മലയാളീസിനെല്ലാം ഫേവറേറ്റായ നല്ല നാടൻ ബീഫ് റോസ്റ്റാണ്. തട്ടുകട സ്റ്റൈലിലുള്ള അതേ ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് തട്ടുകട സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഈസി വേർഷനായിട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, മീറ്റ് മസാല ഒരു അര ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം ചതച്ചത് ഒരു അര ടീസ്പൂൺ, ഗരം മസാല ഒരു അര ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5-6 വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ എണ്ണം മാറും, അത് നിങ്ങൾക്ക് കിട്ടുന്ന ബീഫ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. പൊതുവെ ബീഫ് ചിക്കനൊക്കെ ചെയ്യാൻ ഉരുളിയാണ് കേട്ടോ നല്ലത്. ഉരുളി ഇല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു വലിയ ഉള്ളി നന്നായി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്ര എരിവ് വേണ്ടാത്തവർ ഇത്ര പച്ചമുളക് ചേർക്കണ്ട, ഓരോരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താലേ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ പക്ക ടേസ്റ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് ഇടുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ അധികം റോസ്റ്റ് ആവണ്ട, ഈ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ വെച്ച് നിർത്താം. അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് കുറച്ചും കൂടെ റോസ്റ്റ് ആക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർ ഇനി പെപ്പർ പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡ്രൈ ആക്കാം. അപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ കണ്ടല്ലോ, എളുപ്പമാണ്, അതേസമയം ടേസ്റ്റിയാണ്. ഞാൻ പറയുന്നേക്കാളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മനസ്സിലാവും. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.